ഹലോ ഡിയേഴ്സ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിലേഴ്സ് ക്രൈറ്റീരിയൻ ആണ്. ലെറ്റ് പി ബി എൻ ഓഡ് പ്രൈം, ദെൻ ഫോർ എവറി എൻ വി ഹാവ് എൻ ഓവർ പി ഇസ് കോൺഗ്രുവൻറ്റ് ടു എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്നാണ്. അതായത് പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓഡ് പ്രൈം ആണെങ്കിൽ, പ്രൈംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണെന്ന് നമുക്കറിയാം. 2 ഒരു ഈവൺ പ്രൈമാണ്. ആകെ ഒരൊറ്റ ഈവൺ നമ്പറേ പ്രൈമായിട്ട് വരുന്നുള്ളൂ, അത് 2 ആണ്. സോ നമ്മളുടെ ഈ പ്രോപ്പർട്ടി 2ന് ഹോൾഡ് ചെയ്യില്ല. സോ ബാക്കി ഏത് ഓഡ് പ്രൈം എടുത്താലും എവറി എന്നിന് എൻ ഓവർ പി എന്ന് പറയുന്നത് എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പിക്ക് കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നാണ് നമ്മളുടെ തിയറം പറയുന്നത്. സോ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എൻ ഓവർ പി എന്ന് പറയുന്നത് നമ്മളുടെ ലെജൻഡേഴ്സ് സിമ്പിളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ലെജൻഡേഴ്സ് സിമ്പിളിന് മാക്സിമം 3 വാല്യൂസ് ആണ് വരിക. ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ -1 വരാം, അല്ലെങ്കിൽ 0 വരാം. ആ ഓരോ വാല്യൂസും എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയാം. അതായത് എൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ പി ആണെങ്കിൽ എൻ ഓവർ പിയുടെ വാല്യൂ 1 ആയിരിക്കും. എൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡുലോ പി ആണെങ്കിൽ എൻ ഓവർ പിയുടെ വാല്യൂ -1 ആയിരിക്കും. ഇവ രണ്ടും നടക്കുന്നത് എൻ നോൺ കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി ആകുമ്പോഴാണ്. എന്നിനെ പി ഡിവൈഡ് ചെയ്യാത്ത കേസിലാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി എൻ കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി ആണെങ്കിൽ എൻ ഓവർ പി എപ്പോഴും 0 ആയിരിക്കും. കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഓയിലർ ക്രൈറ്റീരിയൻ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ഓവർ പിയുടെ വാല്യൂ എപ്പോഴും എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പിക്ക് ഈക്വൽ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി എൻ ഓവർ പിക്ക് 3 വാല്യൂസേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ആ എൻ ഓവർ പിക്ക് ഈ 3 വാല്യൂസ് വരുമ്പോഴും ഇത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, സോ പ്രൂഫ് കേസ് നമ്മൾ 3 കേസസ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. കേസ് 1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു എൻ ഓവർ പിയുടെ വാല്യൂ 0 ആവുന്നത്. അതേപോലെ കേസ് 2 എന്ന് പറയുന്നത് എൻ ഓവർ പിയുടെ വാല്യൂ 1 ആവുന്നത്. കേസ് 3 എൻ ഓവർ പി -1 ആവുന്നത്. അങ്ങനെ 3 കേസായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൂഫ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് എൻ ഓവർ പിയുടെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. എപ്പോഴാണ് എൻ ഓവർ പി 0 ആവുന്നത്? എൻ കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി ആവുന്ന സമയത്താണ് നമ്മളുടെ എൻ ഓവർ പി എന്ന് പറയുന്നത് 0 ആവുന്നത്. നമുക്കറിയാം അല്ലേ. സോ നമുക്ക് കിട്ടേണ്ടത് എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത്. സോ രണ്ട് സൈഡിലും നമ്മൾ എൻ പി മൈനസ് 1/2 പവർ എടുക്കുകയാണെങ്കിൽ 0 റേസ് ടു പി മൈനസ് 1/2. നമുക്കറിയാലോ, രണ്ട് ഭാഗത്തും സ്ക്വയർ എടുത്താലും ആ കോൺഗ്രുവൻസ് ഹോൾഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. ഓക്കെ, ദെൻ മോഡ് പി. ഇനി 0 റേസ് ടു എന്ത് വന്നാലും അതിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. സോ എൻ റേസ് ടു പി മൈനസ് 1/2 ഇസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി എന്ന് വന്നു. എഗെയിൻ നമ്മൾ എൻ ഓവർ പിയുടെ വാല്യൂ 0 ആയിട്ടല്ലേ എടുത്തത്. സോ നമുക്ക് ഈ 0ക്ക് പകരം എൻ ഓവർ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ എന്ത് വരും? എൻ റേസ് ടു പി മൈനസ് 1/2 ഇസ് കോൺഗ്രുവൻ്റ് ടു എൻ ഓവർ പി മോഡ് പി എന്ന് വരും. ഓക്കെ, സോ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ എൻ ഓവർ പി ഇസ് കോൺഗ്രുവൻ്റ് ടു എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്ന് വരും. ഓക്കെ, സോ നമ്മളുടെ ഫസ്റ്റ് കേസിൽ, അതായത് എൻ ഓവർ പിയുടെ വാല്യൂ 0 വരുന്ന കേസിൽ നമുക്ക് പറയാൻ പറ്റും എൻ ഓവർ പി ഇസ് കോൺഗ്രുവൻ്റ് ടു എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്ന് ആണല്ലോ. ഇനി നമ്മൾ കേസ് 2 എൻ ഓവർ പിയുടെ വാല്യൂ 0ന് പകരം നമുക്കറിയാം 3 വാല്യൂസ് ആണ് വരുന്നത്. സോ എൻ ഓവർ പിയുടെ വാല്യൂ കേസ് 2 ആണ് നമ്മൾ പറയുന്നത്. കേസ് 2 എന്ന് പറയുന്നത് എൻ ഓവർ പിയുടെ വാല്യൂ 1 വരുന്ന കേസ്. ഓക്കെ, എൻ ഓവർ പി ഈക്വൽ ടു 1. എപ്പോഴാണ് എൻ ഓവർ പി 1 ആവുന്നത്? ഞാൻ പറഞ്ഞു എൻ ഒരു ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ പി ആവുന്ന സമയത്താണ് എൻ ഓവർ പിയുടെ വാല്യൂ +1 വരുന്നത്. എന്ന് പറഞ്ഞാൽ x² ഇസ് ഈക്വൽ ടു എൻ മോഡ് പി എന്ന് പറയുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് മോഡുലസ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. അതായത് x² കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി എന്ന് പറയുന്ന ഒരു ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ വിചാരിക്കുകയാണ് ആ സൊല്യൂഷൻ എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? a² ഇസ് കോൺഗ്രുവൻ്റ് ടു എൻ മോഡ് പി ആണല്ലോ, എൻ മോഡ് പി. ഇനി നമുക്ക് എൻ റേസ് ടു പി മൈനസ് 1/2 ഫോമിലാണ് വേണ്ടത്. സോ രണ്ട് ഭാഗത്തും ഞാൻ a² ഉണ്ട്, അതിനെ ഞാൻ പി മൈനസ് 1/2 പവർ എടുക്കുകയാണ്. കോൺഗ്രുവൻ്റ് ടു എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്ന് വരും. ഓക്കെ, സോ ഇവിടെയുള്ള 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ റേസ് ടു പി മൈനസ് 1 ഇസ് കോൺഗ്രുവൻ്റ് ടു എൻ റേസ് ടു പി മൈനസ് 1/2 മോഡ്
പി എന്ന് വരും, മോഡ് പി. ഓക്കെ, സോ ഇതൊരു ഇക്വേഷൻ ആക്കി വെക്കാം. എഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു ഇക്വേഷനാണ് ഓയിലർ ഫെർമാറ്റ് തിയറം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ. എ റേസ് ടു പി മൈനസ് 1 എന്ന് പറയുന്നത് എന്തിന് കോൺഗ്രുവൻ്റ് ആണ്? 1 മോഡ് പിക്ക് കോൺഗ്രുവൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി അറിയാം ഫ്രം ഓയിലേഴ്സ് ഫെർമാറ്റ് തിയറം. ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ റേസ് ടു പി മൈനസ് 1 ആണ് വരുന്നത് അല്ലേ. സോ ആ കോൺഗ്രുവൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, എങ്ങനെ എഴുതാം? 1 is congruent to n raised to p minus 1/2 mod p എന്ന് എഴുതാം അല്ലേ. 1 is congruent to n raised to p minus 1/2 mod p. അത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ദെൻ നമുക്കിങ്ങനെ നമ്മൾ എന്താ 1 ആയിട്ട് എടുത്തത്? n over pയുടെ വാല്യൂ 1 ആയിട്ട് എടുത്തതാണ്. സോ ഇവിടെയുള്ള 1ന് പകരം നമുക്ക് n over p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n over p is congruent to n raised to p minus 1/2 മോഡ് പി എന്ന് വന്നു. അതായത് നമ്മളുടെ n over പിയുടെ വാല്യൂ 1 എടുക്കുന്ന സമയത്തും നമുക്ക് എന്ത് പറയാം? n over p is congruent to n raised to p minus 1/2 മോഡ് പി അല്ലേ. അപ്പോൾ രണ്ട് കേസസ് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ഒരു കേസ് കൂടെ പ്രൂവ് ചെയ്യാനില്ലേ? കേസ് 3. അതായത് നമ്മളുടെ n over പിയുടെ വാല്യൂ -1 വരുമ്പോഴും ഇതേ സാധനം ട്രൂ ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ സപ്പോസ് n over p is equal to -1. അപ്പോൾ ഇത്രയും രണ്ട് നേരം ചെയ്ത പോലെയല്ല -1ൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യണം. സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്യാണ്. അതെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളുടെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിനോമിയലാണ്. ആ എഫ് ഓഫ് എക്സിനെ ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് റേസ് ടു പി മൈനസ് 1/2 -1 എന്നാണ്. ഓക്കെ, സോ ഇതിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിനോമിയലാണ്. അങ്ങനെ ഞാനൊരു എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെജൻഡേഴ്സ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ പവർ n ആണെങ്കിൽ, ഡിഗ്രി n ആണെങ്കിൽ അതിന് n സൊല്യൂഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ലെജൻഡേഴ്സ് തിയറം പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ p - 1/2 അല്ലേ. p - 1/2 പവറുള്ളൊരു പോളിനോമിയലിന് p - 1/2 സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ p - 1/2 സൊല്യൂഷൻസ് ഇതിനുണ്ട് ക്ലിയർ ആയിട്ട്. ഓക്കെ, പിന്നെ തൊട്ട് മുന്നത്തെ ഒരു തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് എത്ര ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോസ് ഉണ്ടോ അത്ര തന്നെ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡുലോസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ p - 1/2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ p - 1/2 നോൺ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡുലോ പീസും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. നോൺ റെസിഡ്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇത് 0 മോഡ് പിക്ക് കോൺഗ്രുവൻ്റ് അല്ലാത്തപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ n raised to p - 1/2 -1 അല്ലേ. n raised to p - 1/2 -1 എന്ന് പറയുന്നത് 0 മോഡ് പിക്ക് കോൺഗ്രുവൻ്റ് അല്ലാത്തപ്പോഴാണ് അത് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡുലോ പി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു -1നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ n raised to p - 1/2 is congruent to 1 mod p എന്ന്, നോൺ കോൺഗ്രുവൻ്റ് ടു 1 mod p എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ 1 ആയിട്ട് അവിടെ ഇരിക്കട്ടെ. വീണ്ടും നമ്മൾ ലെജൻഡേഴ്സ് സിമ്പിൾ പറഞ്ഞ സമയത്ത് അവിടെ സെക്കൻഡ് ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട് അല്ലേ. ആ പ്രോപ്പർട്ടി എന്താ പറയണത്? n raised to p - 1/2 എന്ന് പറയുന്നത് +or-1 mod പിക്ക് കോൺഗ്രുവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. +or-1 mod p. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ പറയുന്നത്? എന്തായാലും അത് 1 mod പിക്ക് കോൺഗ്രുവൻ്റ് അല്ല. രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താ പറയുന്നത്? ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ 1 അല്ലാത്ത സ്ഥിതിക്ക് ഇത് എന്തിനോട് കോൺഗ്രുവൻ്റാ? ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? n raised to p - 1/2 is congruent to -1 mod p എന്ന് പറയാം അല്ലേ. -1 mod p. ഓക്കെ ആണോ? എഗെയിൻ നമുക്ക് എന്ത് പറയാം? ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? n raised to p - 1/2 is congruent to -1 mod p. നമ്മൾ എന്താ ഈ ഒരു കേസിൽ അസംഷൻ ആയിട്ട് എടുത്തത്? n over പിയുടെ വാല്യൂ -1 വരുന്നു എന്നല്ലേ. അപ്പോൾ ഇവിടെയുള്ള -1ന് പകരം എനിക്ക് n over p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ n raised to p - 1/2 is congruent to n over p mod p എന്ന് വരും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ n over p is congruent to n raised to p - 1/2 mod p എന്ന് വരും, mod p.
അപ്പോൾ നമ്മളുടെ പ്രൂഫായി. അതായത് ലെജൻഡർ സിമ്പിൾ എന്ന് പറയുന്നതിന് മാക്സിമം 3 വാല്യൂസ് ആണ് വരുന്നത്. ഒന്നുകിൽ 0, ഒന്നുകിൽ 1, അല്ലെങ്കിൽ -1. ഈ 3 വാല്യൂസിൽ ഏത് വന്നാലും നമുക്ക് പറയാൻ പറ്റും n/p is congruent to n⁻p−1/2 mod p. സോ നമ്മളുടെ പ്രൂഫ് എന്ന് പറയുന്നത്, നമ്മളുടെ ഓയിലർ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.